ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. അതിനകത്തേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് നോക്കാം. കുറച്ച് മാമ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം അതിലേക്ക് ആഡ് ചെയ്യാം. മാമ്പഴം നുറുക്കിയത്, പച്ചമുളക് കട്ട് ചെയ്തത്, കറിവേപ്പില, പിന്നെ ആവശ്യാനുസരണം വെള്ളം, പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയതിന് ശേഷം വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഇത്രയും വെച്ചതിന് ശേഷം ഇത് തിളയ്ക്കുന്നത് വരെ, ഇത് വെന്ത് വരുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഗൈസ്, നമ്മുടെ മാമ്പഴം വേവാനായിട്ട് 10 മിനിറ്റ് എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്ന 3/4 കപ്പ് ചിരങ്ങിയ തേങ്ങയാണ്. നമ്മളിത് ലുലുമാളിൽ നിന്ന് ഫ്രോസനായിട്ട് മേടിച്ചാണ്. സൗദിയിൽ ഫ്രഷ് കിട്ടും, പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പിന്നെ വേണ്ടത് 4 ചെറിയ ഉള്ളിയാണ് വേണ്ടത്, അതായത് കൊച്ചുള്ളി. പിന്നെ വേണ്ടത് 2 വെളുത്തുള്ളി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ആവശ്യത്തിന് അരച്ചെടുക്കാനായിട്ടുള്ള വെള്ളം. നമ്മളിനി ഈ ഐറ്റംസ് എല്ലാം കൂടി മിക്സിയിലേക്കിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. അധികം ടെക്സ്ചർ വേണ്ട. അപ്പം നമ്മൾ തേങ്ങ അരച്ച് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറാണ് നമ്മൾക്ക് വേണ്ടത് മാമ്പഴ പുളിശ്ശേരിക്ക്. നമ്മുടെ മാമ്പഴം ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ്. ഈ അരപ്പും മാമ്പഴവും കൂടി ഏകദേശം ഒരു 2 മിനിറ്റ് തിളയ്ക്കണം. അരപ്പും മാമ്പഴവും കൂടി ഇപ്പം നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 2 മിനിറ്റ് ഇത് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് മാമ്പഴം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് അടിച്ച് വെച്ച തൈര് ചേർക്കാൻ പോവുകയാണ്. നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. കാരണം അതല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. അപ്പം വെന്ത മാമ്പഴത്തിലേക്ക് തൈരും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനാവശ്യമായിട്ട് കുറച്ച് എണ്ണ ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ചൂടാക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. കൊച്ചുള്ളി അരിഞ്ഞിടുക. മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മളിനി കടുക് താളിക്കാൻ പോവാണ്. ഗൈസ്, നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.